ഹലോ, നമുക്ക് പെട്ടെന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുത്ത മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. പൊടിയുപ്പ് ആവശ്യമുള്ളവർക്ക് പൊടിയുപ്പും ചേർക്കാം. ശേഷം ഒരല്പം കായപ്പൊടി, ഇത് എന്നിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് അച്ചാറിനോട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പം അടുപ്പിൽ പാൻ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുക്, ഒരല്പം ഉലുവ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ചേർത്തിട്ട് അടുപ്പിൽ നിന്ന് പാൻ താഴേക്ക് ഇറക്കി വയ്ക്കുക. ശേഷം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇവിടെ കാശ്മീരി ചില്ലി ചേർക്കുന്നത് ഓൾറെഡി നമ്മൾ മാങ്ങയിൽ പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ലൂസാക്കാൻ വേണ്ടി നമുക്ക് ചൂടുവെള്ളം ഉപയോഗിക്കാം. ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസി മാങ്ങ അച്ചാർ റെഡിയായി. ഇത് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.